ഹായ് ഫ്രണ്ട്സ്, RRB നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതായിരുന്നു RRB അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ALP നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണമായ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ ഒരു അമെൻമെൻറ്റ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ പാര നമ്പർ 5, 5.2 ഈ രണ്ട് പാരഗ്രാഫിലുള്ള അമെൻമെൻറ്റാണ് ഇപ്പോൾ വന്നത്. 2 ദിവസമായി അമെൻമെൻറ്റ് വന്നിട്ട് ആ അമെൻമെൻറ്റ് പ്രകാരം RRB ഏജ് ലിമിറ്റ് 30 വയസ്സ് എന്നുള്ളതിൽ നിന്ന് 33 വയസ്സ് എന്ന ഏജിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് കോവിഡ് പാൻഡമിക് കൺസിഡർ ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷനും ഇപ്പോഴുള്ള നോട്ടിഫിക്കേഷനും തമ്മിലുള്ള ഗ്യാപ്പ് എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച് എന്നാണ് RRB ഇപ്പോൾ ഇൻഫോം ചെയ്യുന്നത്. ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തതാണ്. RRBയുടെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു അമെൻമെൻറ്റാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 30 വയസ്സായിരുന്നു മിനിമം ഏജ് എങ്കിൽ, മാക്സിമം ഏജ് എങ്കിൽ ഇപ്പം നമ്മളുടെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 33 അതനുസരിച്ച് ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും ഏജിൻ്റെ ഡേറ്റും റിവൈസ് ചെയ്തിട്ടുണ്ട്. അൺറിസർവ്ഡ് ആണെങ്കിൽ 1991നും 2006നും ഇടയിൽ ജനിച്ച ആളായിരിക്കണം. OBC ആണെങ്കിൽ 1988നും 2006നും ഇടയിൽ ജനിച്ച ആളായിരിക്കണം. അതേപോലെ തന്നെ SC/ST ആണെങ്കിൽ 1986നും 2006നും ഇടയിൽ ജനിച്ച ആളായിരിക്കണം. ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നത് ജൂലൈ 1 ഡേറ്റ് വെച്ചിട്ടാണ്. ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഏജ് ഓവർ ആകുന്ന ആളുകൾക്ക്. പക്ഷേ നമുക്ക് കോമ്പറ്റീഷൻ കുറച്ച് കൂടും, കാരണം കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കുറച്ച് കൂടും എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. അടുത്ത ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ RRB ALPയുമായി ബന്ധപ്പെട്ട് ടൈം ലൈൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് RRB ഇതിൻ്റെ ഓരോ സ്റ്റേജുകളും ചെയ്യുന്നത് എന്നുള്ളത്. RRBയുടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 2 വർഷത്തിനുള്ളിൽ, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് 2018 നോട്ടിഫിക്കേഷൻ വന്നത്. 2 വർഷം എടുക്കില്ല, 1 വർഷത്തിനുള്ളിൽ 2019 1.5 വർഷത്തിന് ശേഷം 2018 ഫെബ്രുവരിയിലായിരുന്നു ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. 2019 ഓഗസ്റ്റോട് കൂടെ അപ്പോയിൻമെൻറ്റ് ഓർഡേഴ്സ് എല്ലാം വന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റിൽ തന്നെ. അപ്പോൾ ഏകദേശം 1.5 വർഷം കൊണ്ട് തന്നെ എല്ലാ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും RRB കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റേജിൽ നിന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ RRBയിൽ 3 സ്റ്റേജ് ഉണ്ടായിരുന്നു, 3 ടെസ്റ്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു. അതിൽ CBT 1 എന്ന് പറയുന്നത് ഇപ്പോൾ RRB അനൗൺസ് ചെയ്തിരിക്കുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ് RRB CBT 1 പ്ലാൻ ചെയ്യുന്നത്. അതായത് ജൂണിൽ നമുക്ക് എക്സാം എക്സ്പെക്റ്റ് ചെയ്യാം എന്നർത്ഥം. ജൂണിൽ എപ്പോൾ വേണമെങ്കിലും, ജൂണിലോ ജൂലൈയിലോ എക്സാം എക്സ്പെക്റ്റ് ചെയ്യാം. കഴിഞ്ഞ RRB എക്സാം നടന്നിരുന്നത് ഓഗസ്റ്റ് 2018 CBT 1 നടന്നത്. ഇനി അതേപോലെ തന്നെ CBT 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് CBT 2, 3 എന്ന് പറയുന്ന ഓരോ സ്റ്റേജിലേക്കും ടൈം പീരീഡ് വളരെ കുറവായിരിക്കും. നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ CBTക്ക് മാത്രമേ നമുക്കൊരു ടൈം ലാഗ് കിട്ടുള്ളൂ. കാരണം ഈ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള ഏജൻസിക്ക് ടെൻഡർ എടുക്കണം, കോൺട്രാക്റ്റ് വിളിക്കണം, അവർ എടുക്കണം, ഇത്രയും പ്രോസസ്സുകൾ ഉള്ളതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേജിന് നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്നത്. പക്ഷേ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത മാസം മിക്കവാറും CBT 2 ഉണ്ടാവും. അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് CBT 2 ഉണ്ടാവും. കഴിഞ്ഞ വർഷം അതേപോലെ തന്നെയായിരുന്നു. അതായത് കഴിഞ്ഞ തവണയും അതേപോലെ തന്നെയായിരുന്നു. CBT 2 പ്ലാൻ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 2024 അത് കഴിഞ്ഞ് തൊട്ടടുത്ത മാസം നവംബർ 2024 ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ CBT 2ക്കും CBT 3ക്കും ഇടയിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ CBT ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് CBT 1നും 2നും കൂടെ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. കാരണം 2 ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് CBT 3ലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ CBT 3 ആദ്യമേ പ്രിപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പറയുന്ന 1 മാസം മതി CBT 3 പ്രിപ്പയർ ചെയ്യാൻ. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമല്ല, പക്ഷേ പ്രാക്ടീസോടുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം മതി നമുക്ക് ചെയ്യാനെന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ, മെഡിക്കൽ ടെസ്റ്റും എല്ലാം പറയുന്നത് നവംബറിൽ തന്നെയാണ്. അതും പറയുന്നത് അല്ലെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കഴിയും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കലും കഴിഞ്ഞ് അടുത്ത ജനുവരി 2025 കൂടെ, ജനുവരി അല്ലെങ്കിൽ മാർച്ച് 2025 അപ്പോയിൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റെയിൽവേയിൽ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. അതായത് കൃത്യം 1 വർഷം കൊണ്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിൽ കിട്ടും. റെഡി? അതായത് ജനുവരി 2025 അവർ അപ്പോയിൻമെൻറ്റ് തരും എന്നാണ് പറഞ്ഞത്. അതായത് ഫസ്റ്റ് ബാച്ച് ജനുവരി 2025 റെയിൽവേയിൽ ജോയിൻ ചെയ്യും.
അത് ഇന്നലെ വന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ RRB ALP കഴിഞ്ഞ തവണ ALP ബാർ ടെക്നീഷ്യൻ രണ്ടും കൂടെ ഒരുമിച്ച് ഒരു എക്സാം ആയിരുന്നു. പക്ഷേ ഇത്തവണ ALP മാത്രമാണ് നമുക്ക് എക്സാം നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. എല്ലാവരും എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ടെക്നീഷ്യൻ അതിനകത്ത് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടില്ല എന്നത്. പല കാരണങ്ങളും ഉണ്ട് അതിന്, ടെക്നീഷ്യൻ ഇടാത്തതിനുള്ള. അത് ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ റെയിൽവേ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് RRB ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാവരുടെയും ചോദ്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് RRB ടെക്നീഷ്യൻ മനഃപൂർവ്വം വേക്കൻസി ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ എടുക്കാത്തതോ അല്ല, ടെക്നീഷ്യൻ സെപ്പറേറ്റ് അപ്ലിക്കേഷനാണ് ഇത്തവണ. അതുകൊണ്ട് തന്നെ ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ ഈ അടുത്ത മാസം, വരുന്ന മാസം ഫെബ്രുവരി 2024 എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്യും എന്നാണ് റെയിൽവേ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അടുത്ത മാസം, അതായത് ദിവസങ്ങൾക്കുള്ളിൽ ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ടെക്നീഷ്യൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് എബൌട്ട് 9,000 ആണ്. അറൗണ്ട് 10,000ഓളം വേക്കൻസി നമുക്ക് ടെക്നീഷ്യനിൽ എക്സ്പെക്ട് ചെയ്യാം. അത് ഫെബ്രുവരിയിൽ അപ്ലിക്കേഷൻ വിളിച്ച് മാർച്ച് ഏപ്രിലോട് കൂടെ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുകയും അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് നടക്കുക. അതായത് ALPയുടെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ടെക്നീഷ്യൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനർത്ഥം. അത് CBTs എന്നാണ് പറഞ്ഞത്. അതായത് 2 ടെസ്റ്റുകൾ അതിനും മിക്കവാറും ഉണ്ടാവും. CBT 1 എന്നും 2 ഒന്നും സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വരുന്നത് മുറയ്ക്കായിരിക്കും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുക. എങ്കിലും CBTs എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ 2 ടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ടെക്നീഷ്യൻ എക്സാമിന് CBT 3 ഇല്ല, അതായത് CBAT ഇല്ല എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്. അത് കഴിഞ്ഞ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഫെബ്രുവരിയിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തുകയും ഏപ്രിൽ 2025 കൂടെ ഫസ്റ്റ് ബാച്ച് ടെക്നീഷ്യൻ റെയിൽവേയിൽ ജോയിൻ ചെയ്യുകയും ചെയ്യും. ഇതാണ് റെയിൽവേയുടെ അല്ലെങ്കിൽ RRBയുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഈ പ്ലാൻ അനുസരിച്ചായിരിക്കും ALPയുടെയും ടെക്നീഷ്യൻ്റെയും എക്സാമും മറ്റു കാര്യങ്ങളും നടക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു വർഷത്തിനുള്ളിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, താങ്ക് യു.